വെനസ്വേലയ്ക്ക് സഹായവുമായി ഭാരത സൈന്യം. ഡോക്ടർമാർ ഉൾപ്പെടെയുള്ള 41 അംഗ സംഘമാണ് വെനസ്വേലയിലെത്തിയത്. അതേസമയം വെനസ്വേല ഭൂകമ്പത്തിൽ മരണസംഖ്യ ഉയരുന്നു. ഇതുവരെ മരിച്ചവരുടെ എണ്ണം 920 3500ഓളം പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. വിവരങ്ങൾ നൽകാനായി ഐസൺ ജോസ് ചേരുന്നുണ്ട്. ഐസൺ, വെനസ്വേലയിലെ സാഹചര്യം വളരെയധികം മോശമാണ്. 920ഓളം മരണവും 3500 പേർക്ക് പരിക്കും ഉണ്ടായിട്ടുണ്ടെന്നാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ സാഹചര്യത്തിലാണ് ഭാരതത്തിൻ്റെ സൈന്യം, ഡോക്ടർമാർ ഉൾപ്പെടെയുള്ള 41 അംഗ സംഘം വെനസ്വേലയിൽ എത്തിയിരിക്കുന്നത്. വിശദാംശങ്ങൾ. അർച്ചന, തീർച്ചയായും അന്താരാഷ്ട്ര സഹായം വലിയ തോതിൽ വെനിസ്വേലയ്ക്ക് ലഭ്യമായി തുടങ്ങിയിരിക്കുകയാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം തന്നെയാണ് ഇന്ത്യൻ ആർമിയുടെ റെസ്ക്യൂ ഓപ്പറേഷൻ സംഘവും. ഡോക്ടർമാർ ഉൾപ്പെടെയുള്ള റെസ്ക്യൂ ഓപ്പറേഷൻ സംഘം ഇപ്പോൾ വെനിസ്വേലയിൽ എത്തിയിരിക്കുന്നതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കൃത്യമായ നടപടികൾ, അതായത് പ്രൊഫഷണൽ രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകുക എന്നതാണ് ഭാരതത്തിന്റെ ആർമിയുടെ ഉത്തരവാദിത്തം. അത് അവിടെയുള്ള സംവിധാനങ്ങളുമായി ചേർന്ന് പ്രവർത്തിക്കുകയായിരിക്കും ചെയ്യുക. ഏറ്റവും നിർണായകമായ ഘടകം എന്ന് പറയുന്നത് 920 പേര് ഔദ്യോഗികമായി ഈ ആക്രമണത്തിൽ അല്ലെങ്കിൽ ഭൂകമ്പത്തിൽ മരിച്ചു എന്നാണ് നമുക്ക് റിപ്പോർട്ടുകളിൽ നിന്നും, ഔദ്യോഗികമായ റിപ്പോർട്ടുകളിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പക്ഷേ ഈ 920 എന്നുള്ളത് ചെറിയൊരു സംഖ്യ മാത്രമാണെന്നും അതിനേക്കാൾ എത്രയോ കൂടുതലാണ്, 1000 കടന്നിരിക്കാം എന്നാണ് കൃത്യമായും നിരീക്ഷിക്കപ്പെടുന്നത്. മാത്രമല്ല 3500 പേർക്ക് പരിക്കേറ്റു എന്ന റിപ്പോർട്ടുകളാണ് ഔദ്യോഗികമായി പുറത്തുവിടുന്നതെങ്കിലും അവിടെ തന്നെയുള്ള പ്രതിപക്ഷ കക്ഷികൾ തയ്യാറാക്കിയിരിക്കുന്ന വെബ് പോർട്ടലുകളുടെ കണക്കുകൾ പരിശോധിക്കുമ്പോൾ അത് 6000ഓളം എത്തിയിട്ടുണ്ട് എന്ന റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. നിലവിലെ സാഹചര്യത്തിൽ സ്ഥിരീകരിക്കപ്പെട്ട റിപ്പോർട്ടുകൾ മാത്രമാണ് 920. ഇനിയും മരണസംഖ്യ വർദ്ധിക്കാനുള്ള സാധ്യതയുണ്ട്. നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ US ജിയോളജിക്കൽ സർവേ ഒക്കെ നടത്തിയ മോഡൽ സ്റ്റഡികളിലെല്ലാം തന്നെ ഏതാണ്ട് 10,000 കടന്നേക്കാം എന്നൊരു സൂചനയും നൽകിയിരുന്നു. അതുപോലെ തന്നെ അന്താരാഷ്ട്ര രക്ഷാപ്രവർത്തനങ്ങളെല്ലാം തന്നെ കാര്യക്ഷമമായി മുന്നോട്ട് പോവുകയും ചെയ്യുകയാണ്. വെനിസ്വേലയിൽ മരണസംഖ്യ ഇനിയും ഉയരാനുള്ള സാധ്യത ഒട്ടും തന്നെ തള്ളിക്കളയാനാവില്ലെന്നാണ് നിരീക്ഷിക്കപ്പെടുന്നത്. അഞ്ജന. ശരി ഐസൻ.